ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരു മരണചിന്തയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പങ്കുവയ്ക്കൽ സംഭവിക്കുന്നത്. ഒരു മാസം മുമ്പ് 19-കാരനായ എൻ്റെ ഒരു ഓൾട്ടർ ബോയ് കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അവൻ്റെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുവാനുള്ള കരുത്തുപോലും എനിക്കില്ല എന്ന് ഞാനന്ന് തിരിച്ചറിഞ്ഞു. അവൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ആശ്വസിപ്പിക്കുവാനുള്ള വാക്കുകൾ എനിക്കില്ല. നിശബ്ദതയിൽ നിങ്ങളോടൊപ്പം കരയാൻ മാത്രമേ എനിക്കുമാവൂ. ചിലരതിൻ്റെ ദൗർബല്യമായി വ്യാഖ്യാനിക്കുമ്പോഴും എനിക്കത് മനുഷ്യത്വത്തിൻ്റെ കരുത്തായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലാസറിൻ്റെ ശവകുടീരത്തിങ്കൽ നിൽക്കുന്ന കർത്താവ് ചെയ്തത് മറ്റൊന്നുമല്ല. യേശു കണ്ണുനീർ പൊഴിച്ചു. തുടർന്നുള്ള വരികളിൽ വീണ്ടും യേശുവിലെ മനുഷ്യൻ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. യേശു നെടുവീർപ്പിട്ടുകൊണ്ട് ലാസറിൻ്റെ ശവകുടീരത്തിങ്കലേക്ക് വന്നു. വാക്കുകളുടെ പിൻബലം കൊണ്ട് സംഭവിക്കാത്ത ചില ഉത്ഥാന അനുഭവങ്ങൾ വളരെ നിസാരമെന്നും ദുർബലമെന്നും തോന്നുന്ന കണ്ണുനീരിലും നെടുവീർപ്പിലും സംഭവിക്കുന്നുണ്ട് എന്നറിയാൻ ഈ വലിയ നോൻപ് കാലം ആഗ്രഹിക്കുന്നുണ്ട്.